ദാ ഇവിടെ കോളിഫ്ലവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും തോരനും റോസ്റ്റും ഒന്നും അല്ല ആവശ്യം. അവർക്ക് വേണ്ടത് കോളിഫ്ലവർ ബജ്ജിയാണേ. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് അതന്ന് ആദ്യം അതുണ്ടാക്കി കൊടുക്കാം. അതിന് ശേഷം മതി കറിയെന്ന് ചിന്തിക്കും. പിന്നെ ഒന്നും നോക്കിയില്ല. അതിൽ നിന്ന് ഞാൻ നേരെ പകുതി എടുത്തു വൃത്തിയാക്കി പിന്നെ ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാൻ വെച്ചു. ആ 5 മിനിറ്റ് നേരം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് മാറ്റി വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെക്കണേ. പിന്നെ നമുക്ക് ഇത് വറുക്കാൻ വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. ആ ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കോൺഫ്ലവർ, ടൊമാറ്റോ സോസ്, സോയ സോസ് ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ കോളിഫ്ലവറിലേക്ക് കുറച്ച് അരിപ്പൊടി, നമ്മുടെ ഈ പേസ്റ്റിലേക്കും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. അത് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്ന, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പേസ്റ്റിനകത്തേക്ക് ഒന്നില്ലെങ്കിൽ നാരങ്ങാനീര് അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഇത്രയും ഇട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി മാറ്റി വെക്കണം. പേസ്റ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ തണുത്ത കോളിഫ്ലവർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് തൊടാത്ത രീതിയിൽ വേണം എടുത്ത് പെറുക്കി ഇടാനായിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂട്ടി മുട്ടി അങ്ങ് ഇരിക്കും. അത് നമുക്ക് എന്നിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കോരിയെടുക്കാം. കോരിയെടുത്തെല്ലാം കഴിയുമ്പോൾ നമ്മുടെ കാപ്പിയുടെ കൂടെ അടിപൊളി ഒരു സ്നാക്സ് നമുക്ക് കഴിക്കാം.